ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നമ്മളൊരു സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ സ്റ്റോക്സ്, ഫ്യൂച്ചർ, ഇൻഡെക്സ് ഒക്കെ നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ 2 ദിവസത്തെ ചാർട്ട് നോക്കിയിട്ടുള്ള ലെവൽസ് മാർക്കിംഗ് ആണ്. അതെങ്ങനെയാണ് ലൈവ് മാർക്കറ്റിൽ വർക്ക് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. നമുക്ക് കഴിഞ്ഞ 2 ദിവസത്തെ, അതായത് 7-ാം തീയതിയും 10-ാം തീയതിയും ചാർട്ടാണത്. അപ്പോൾ ഈ ലെവൽസാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു ചാർട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സപ്പോർട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 7-ാം തീയതി ഇവിടെയാണ് ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 7-ാം തീയതി ഇവിടെ ലോ വന്നു. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു 10-ാം തീയതി നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലുണ്ടോ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈയും കൂടി മാർക്ക് ചെയ്യണം. ഓക്കെ, നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടി. കാരണം മാർക്കറ്റ് ഇപ്പോൾ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. കാരണം ഇവിടുത്തെ ലോ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ചേർത്ത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ അപ്പർ സൈഡിലുള്ള ലെവൽസ് എവിടെയാണ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 7-ാം തീയതി ഇതാണ് ഹൈ വന്നിരിക്കുന്നത്. ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. ആ ലെവൽ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെയും ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ഹൈ വന്നിട്ടുണ്ടായിരുന്നു. ആ ലെവലും മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ലെവൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ട്രെയിനിങ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് എങ്ങനെയാണ് അടുത്ത ദിവസം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ലെവൽസിൽ ടച്ച് ചെയ്യുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരുമ്പോൾ സാധാരണയായിട്ട് ഇതുപോലെ റെസിസ്റ്റൻസ് മുകളിലുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ആ ലെവലിൽ ടച്ച് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ടച്ച് ചെയ്തിട്ട് ആ ഒരു ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. ഓക്കെ, ഇവിടെ ക്യാൻഡിൽസ് ഇവിടെ ടച്ച് ചെയ്തുകൊണ്ടോ ആ ലെവലിൽ കറക്റ്റ് അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒന്നൊരു സെൽ പ്രഷർ വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ലെവൽസിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൽ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു സെൽ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു താഴെ വന്നു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ സെൽ ചാൻസ് ഉണ്ട്. ഇതിന് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. റീസെൻറ്റ് ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. കണ്ടോ, അതിനുശേഷം മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്നു. കാരണം അവിടെ ആ ഒരു റെസിസ്റ്റൻസ് ഉള്ള ആയതുകൊണ്ടാണ് അവിടെ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നത്. വീണ്ടും മാർക്കറ്റ് ഉണ്ട് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ ശ്രമിക്കുകയാണ്. അവിടെ റെസിസ്റ്റൻസിൽ വീണ്ടും ടച്ച് ചെയ്തു, അവിടെ നിന്ന് വീണ്ടും ഫെയിലായി. വീണ്ടും ടച്ച് ചെയ്തു, വീണ്ടും ഫെയിലായി. അപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയാണ്. കണ്ടോ, ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നു. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നു, നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ചെയ്യേണ്ടത് വേണമെങ്കിൽ ക്ലോസിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബൈ എടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ മാർക്ക് ചെയ്ത ലെവലുണ്ടല്ലോ ആ ഒരു ലെവലിൽ വേണമെങ്കിൽ ബൈ ഓർഡർ ഇട്ട് വെച്ചിട്ട് ഈ ഒരു ലെവലിന് താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാൽ മതി. സാധാരണയായിട്ട് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറിപ്പം. ഇപ്പോൾ ചെറിയ ക്യാൻഡിലൊക്കെ ആണെങ്കിൽ ക്ലോസിങ്ങിന് നമുക്ക് ക്ലോസിങ്ങിൽ തന്നെ ബൈ എടുക്കാവുന്നതാണ്. കണ്ടോ, വീണ്ടും അത് റീടെസ്റ്റ് ചെയ്തു. ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ലെവൽ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൈ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബൈ ആക്റ്റീവ് ആയി തന്നെ. വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറണം. ആ റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറണം. വീണ്ടും റീടെസ്റ്റ് ചെയ്തുണ്ടോ, എക്സാക്റ്റ് ആ പോയിന്റ് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് ലെവലും മാർക്ക് ചെയ്യണത്. ഓക്കെ, അത് പ്രീവിയസ് 2 ഡേയ്സ് ചാർട്ട് എടുക്കാം. അത് ആ റേഞ്ചിലുള്ള ലെവൽസ് എടുക്കാം. അപ്പം 3 ഡേയ്സ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. ആ റേഞ്ച് നോക്കി എടുത്താൽ മതി. അതിനുശേഷം ഇതേപോലെ ലോയും ഹൈയും കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെ ഏതെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ലെവൽസ് കൂടി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയി. ഇവിടെ നമ്മുടെ ആ റെസിസ്റ്റൻസിൽ ഒരു സെൽ പ്രഷർ വന്നു. വീണ്ടും മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു. ഇവിടെ ബ്രേക്ക് ഔട്ട് ഇടും. ഇവിടെ ബ്രേക്ക് ഔട്ട് ഇടുന്നത് മനസ്സിലായി. മാർക്കറ്റ് ആ ഒരു സ്ട്രോങ് ആണ് മനസ്സിലായി. അതിനുശേഷം കണ്ടോ മാർക്കറ്റ് ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ചറിയാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ്. നിൽക്കുകയാണെങ്കിൽ സ്റ്റോക്സിൻ്റെ ചാർട്ടിലും അതുപോലെ ഓപ്ഷൻസിൻ്റെ ചാർട്ടിലൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു സ്റ്റോക്സിൻ്റെ ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.